അമ്മയാവാൻ ആഗ്രഹം ആഗ്രഹമില്ല. ഉണ്ട്. ലോകം മാറിയിട്ടല്ലോ. ഒരു പ്രഗ്നൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്വീകരിച്ച് ഞാനൊരു അമ്മയാകാൻ ആഗ്രഹമുണ്ട്. ട്രാൻസ് വുമൺ ആഡംബര വാഹനങ്ങൾ, കോടികളുടെ ഫ്ളാറ്റുകളുമുള്ള ഇവർക്ക് പുറത്തുനിന്നുമെല്ലാം വാങ്ങി വച്ചിട്ടാൻ നിഷ്പ്രയാസമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി അമ്മയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നെറ്റിച്ചുളിക്കാറുണ്ട്. എന്നാൽ ഇതിനു പിന്നിലെ ശാസ്ത്രം എന്താണ്? ശരിക്കും എന്താണ് ട്രാൻസ്ജെൻഡർ? സെക്സും ജെൻഡറും എന്താണിത്? സെക്സ് തെളിയിക്കാം, കാണാം. ജെൻഡർ എന്നത് കൈകൊട്ടി ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? പൂർണ്ണമായും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ട ഒന്നാണോ അതോ വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി കാണേണ്ട ഒന്നാണോ? നമുക്ക് നോക്കാം. അമ്മയുടെ കയ്യിൽ 2 എക്സും അച്ഛന്റെ കയ്യിൽ ഒരു എക്സും ഒരു വൈയും ഉണ്ടെന്നും അറിയാം. മനുഷ്യന്റെ ലിംഗം തീരുമാനിക്കുന്നത് 2 തരം സെക്സ് ക്രോമസോമുകളാണെന്നും അറിയാം. അമ്മയുടെ പക്കൽ നിന്ന് ഒരു എക്സ്, അച്ഛന്റെ പക്കൽ നിന്ന് ഒരു എക്സ് കൂടിയാൽ പെൺകുട്ടി. ഇനി അമ്മയുടെ ഒരു എക്സ്, അച്ഛന്റെ വൈ കൂടിയാൽ ആൺകുട്ടി. ചുരുക്കത്തിൽ അച്ഛൻ നൽകുന്ന ബീജം വഴി എക്സ് ആണോ അതോ വൈ ആണോ വരുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ആകണോ എന്ന് തീരുമാനിക്കുന്നത്. അമ്മ പാവമാണ്, എപ്പോഴും എക്സ് മാത്രമേ നൽകുന്നുള്ളൂ, അതേയുള്ളൂ കയ്യിൽ. അതാണ് പിന്തിരിപ്പൻ വാദികൾ സ്ത്രീകളെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന നിലപാടുകൾക്ക് പൂർണ്ണത ലഭിക്കാൻ കോടതിയുടെ ഉത്തരവ് തേടുന്നത്. അതിനായി പുരുഷ കമ്മീഷൻ വേണമെന്ന വാദങ്ങൾ ഉയരുമ്പോഴാണ് പ്രകൃതിയിലെ ഈ ജനിതക സത്യങ്ങൾ നാം തിരിച്ചറിയേണ്ടത്. പറഞ്ഞു വന്നത്, ലിംഗനിർണയത്തിൽ അമ്മയ്ക്ക് പങ്കില്ലെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിൽ അമ്മയാണ് താരം. ബുദ്ധിയുമായി ബന്ധപ്പെട്ട പല ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് എക്സ് ക്രോമസോമിലാണ്. പെൺകുട്ടികൾക്ക് 2 എക്സ് ക്രോമസോമുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് ബുദ്ധിപരമായ ഗുണങ്ങൾ കൂടുതൽ ലഭിക്കും. എന്നാൽ ആൺകുട്ടികൾക്ക് ഒരേയൊരു എക്സ് ക്രോമസോമേ ഉള്ളൂ, അത് കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളുടെ ബുദ്ധിപരമായ കഴിവുകളിൽ അമ്മയുടെ ജീനുകൾക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു. ലിംഗം നിർണ്ണയിക്കുന്നതിൽ 100% അച്ഛന്റെ സംഭാവന ആണെങ്കിലും ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞിന് എന്ത് കിട്ടണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അമ്മയുടെ ശരീരമാണ്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികാസത്തിന് ആവശ്യമായ ഹോർമോണുകളും പോഷകങ്ങളും കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ അമ്മയുടെ ശരീരത്തിന് വലിയ പങ്കുണ്ട് എന്നോർക്കണം. ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ശാരീരികമായ ഘടകങ്ങൾക്കപ്പുറം അമ്മയുടെ മാനസികാരോഗ്യം എത്രത്തോളം നിർണായകമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രവും എപിജെനെറ്റിക്സ് പോലുള്ള പഠനങ്ങളും അടിവരയിടുന്നുണ്ട്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികാസത്തിന് ആവശ്യമായ ഹോർമോണുകളും പോഷകങ്ങളും നൽകുന്നതിൽ അമ്മയുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ്. വരും തലമുറയെ വാർത്തെടുക്കേണ്ടവരെ അവഹേളിച്ചും ഒറ്റപ്പെടുത്തിയും മാനസികമായി തളർത്തിയാൽ അതിന് വലിയ വില നൽകേണ്ടി വരുന്നത് ഈ രാജ്യമാണ്. നീതിപീഠങ്ങൾ വേട്ടക്കാരെ തിരിച്ചറിയാതിരുന്നാൽ, സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറന്നാൽ അത് സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കും.